ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓൺ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമെയിലിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. ഇമെയിൽ എന്താണ്, അതിൻ്റെ ബേസിക് ഒരു ഹിസ്റ്ററി, അഡ്വാൻറ്റേജസ്, സിഗ്നിഫിക്കൻസ് ടു ബിസിനസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കി. അതിൻ്റെ ഒപ്പം നമ്മൾ ഇമെയിൽ എറ്റിക്കേറ്റിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇമെയിൽ എറ്റിക്കേറ്റ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നൗ ഇമെയിൽ എറ്റിക്കേറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് ഡൂസിനെ കുറിച്ചാണ്. ഓക്കെ, ദ തിങ്സ് യു ഷുഡ് ഡു വെൻ യു ആർ ബോത്ത് കമ്പോസിങ് ആൻഡ് സെൻഡിങ് ആൻ ഇമെയിൽ, അല്ലെങ്കിൽ ബേസിക് ഇമെയിൽ ബിഹേവിയേഴ്സ്, ഇമെയിൽ വെച്ചിട്ടുള്ള ബിഹേവിയർ എന്തൊക്കെയാണ്, ആക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ് നമുക്കിന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ബി കൺസൈസ് ആൻഡ് ടു ദ പോയിന്റ്. നിങ്ങൾ ഇമെയിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു എസ്സേ അല്ലെങ്കിൽ വലിയ നോവലല്ല. ഓക്കെ, ബിസിനസ്സാണ്. പീപ്പിൾ വോണ്ട് തിങ്സ് ക്ലിയർ, ക്രിസ്പ്, ടു ദ പോയിന്റ്. കുറേ കഥ എഴുതി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എഴുതാനായിട്ടുള്ളത് നോവലല്ല. ഐ എം റിപ്പീറ്റിംഗ് അഗൈൻ, ബി പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ് എന്ന് വെച്ചിട്ട് വളരെ ചെറിയ ഒറ്റ വാക്കിൽ എഴുതാനല്ല പറയണത്. ഒരു സെൻറ്റൻസ്, ഒരു കണ്ടൻറ്റ് മനസ്സിലാവാനായിട്ട് എത്ര വാക്കുകൾ ആവശ്യമാണോ അത്രയും വാക്കുകൾ മതി. യു ഡോണ്ട് ഹാവ് ടു കീപ് റിപ്പീറ്റിംഗ് ദി എൻറ്റയർ തിങ് അഗൈൻ ആൻഡ് അഗൈൻ. ക്ലിയർ? സെക്കൻഡ് വൺ, റൈറ്റ് ഇൻ എ പോസിറ്റീവ് ടോൺ. നൗ ഏതൊരു ബിസിനസ് ആണെങ്കിലും when you're talking to customers or if the mail is going outside your business, it represents your business. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് ടോണിൽ എഴുതണം. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ യു ഡോണ്ട് ഹാവ് ടു കീപ് ദാറ്റ് പോസിറ്റീവ് ടോൺ. ചില സിറ്റുവേഷൻസിൽ ലൈക്ക് ഇൻ കേസ് യു ആർ ആസ്കിങ് യുവർ ക്ലയൻറ്റ് ടു പേ അപ്പ്, തരാനുള്ള പൈസ തരണം, അല്ലെങ്കിൽ ഒരു ലിറ്റിഗേഷൻ ആണ്, അല്ലെങ്കിൽ യു ആർ കുറച്ച് നെഗറ്റീവ് ന്യൂസ് റിപ്ലൈ ചെയ്യാണ്. ഓൾ ദീസ് തിങ്സ്. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷൻസിനും ട്രൈ ടു കീപ്പ് എ പോസിറ്റീവ് ടോൺ. ഓക്കെ, പോസിറ്റീവ് ടോൺ എന്ന് പറയുമ്പോൾ ഹാപ്പി ടോൺ അല്ല, ഒരു പോസിറ്റിവിറ്റി. ഓക്കെ, റാദർ ദാൻ ദാറ്റ് നെഗറ്റീവ് ഡൂം ആൻഡ് ഗ്ലൂം ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിന് പകരം കുറച്ച് പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ മെയിൽ ആയിരിക്കണം നിങ്ങളുടെ. ദെൻ നെക്സ്റ്റ് വൺ, അഡ്രസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ് സോ ആസ് ടു അവോയ്ഡ് ഡിലേ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് യുവർ കോൺവെർസേഷൻസ്. ചില സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലെ അല്ലെങ്കിൽ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ പോലെ ആവരുത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു, പിന്നെയാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം ഓർമ്മ വന്ന് നിങ്ങൾ വീണ്ടും ചോദിക്കണം. അങ്ങനെ ഒരിക്കലും ആവരുത്. വെൻ ഇറ്റ്സ് കംസ് ടു ആൻ ഇമെയിൽ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യം റിലേറ്റിംഗ് ടു വൺ ഏരിയ, റിലേറ്റിംഗ് ടു ദറ്റ് സബ്ജക്റ്റ് ചോദിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻക്വയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സെൻഡർ എപ്പോഴും റിസീവറിൻ്റെ മൈൻഡ് ഫ്രെയിം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം ഇമെയിൽ ടൈപ്പ് ചെയ്യാനായിട്ട്. വെൻ യു ഡു ദിസ് യു അവോയ്ഡ് ഡിലേസ്. ഓക്കെ, അൺനെസസറി ആയിട്ട് ഡിലേസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റൈറ്റ് അബൌട്ട് എ സിംഗിൾ സബ്ജക്റ്റ്. ഓക്കെ, ഒരു സിംഗിൾ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതാവൂ. ഡോണ്ട് എവർ ട്രൈ ടു കവർ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. ഒരു ഇമെയിലിൽ മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഒരു കാരണവശാലും ചെയ്യാൻ ശ്രമിക്കരുത്. ഇറ്റ് കൺഫ്യൂസസ് ദ റിസീവർ. ആർക്കാണോ ഇമെയിൽ അയക്കുന്നത് അവരെ കൺഫ്യൂസ് ചെയ്യും ഇത്. കാരണം വേറൊന്നുമല്ല, ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് 2 or 3 people talking at a time. നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ മെസ്സേജ് തലയുടെ മുകളിൽ കൂടെ പോകും. ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. സോ ടോക്ക് ആസ് മച്ച് ആസ് നെസസറി അബൌട്ട് ദാറ്റ് വൺ സിംഗുലർ സബ്ജക്ട്. Then the next one, use proper spelling, grammar and punctuation. Spelling, grammar, punctuations. ഇത് തെറ്റിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇസ് ദാറ്റ് ദേ വിൽ ഹാവ് എ ബാഡ് ഇമേജ് ഓഫ് യു. ഓക്കെ, അതും ഇപ്പോൾ തെറ്റിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കുറവാണ്. കാരണം യു ഗോട്ട് ഇൻബിൽഡ് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക്. എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഇമെയിൽസ് ബിഫോർ യു സെൻഡ് പ്ലീസ് റൺ ദ ഇൻബിൽഡ് സ്പെൽ ചെക്ക് ഓർ എ ഗ്രാമർ ചെക്ക്. Okay, then next one is read the email message before you send. പറയേണ്ട ആവശ്യമില്ല. Double check, triple check the message. Then provide all supporting information. ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മെസ്സേജിൻ്റെ ഒപ്പം ചിലപ്പോൾ പിക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡയഗ്രാംസ് ആവാം, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഡേറ്റ ആവാം. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, then the next one, കീപ് യുവർ ലാംഗ്വേജ് ജനറൽ ന്യൂട്രൽ. ആ സ്റ്റാർട്ടിങ്ങിലുള്ള സാല്യൂട്ടേഷൻസ്, ചില ആൾക്കാർ സാല്യൂട്ടേഷൻസ് തൊട്ടേ ജനറൽ ന്യൂട്രൽ ആക്കും. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, നമുക്കറിയില്ല അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്ന മാനേജർക്കാണ്. ആ മാനേജർ ആണാണോ പെണ്ണാണോ നമുക്കറിയില്ല. ക്ലിയർ? അപ്പോൾ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ ടു ഹൂം സോ എവർ ഇറ്റ് മേ കൺസേൺ എന്നൊക്കെ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ജനറൽ ന്യൂട്രൽ. പക്ഷേ
ഇഫ് യു നോ ദ ജെൻഡർ, റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം, അവിടെ നിന്ന് തൊട്ട് ബാക്കിയുള്ള കണ്ടൻറ്റ് ട്രൈ ടു മേക്ക് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ മെയിൽ ഓർ ഫീമെയിൽ. Okay, write it in such a way that there is no specific expressions of the opposite person as if it's a male or a female. നമ്മളൊരു ജെൻഡർ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും പ്രൊഫഷണലാണ്. ഓക്കെ, the next one, using active voice instead of passive voice. For example, we will process your order today, your order will be processed today എന്ന് പറയുമ്പോഴും രണ്ടും രണ്ട് ഫീലാണ്. ഓക്കെ, ആദ്യം പറഞ്ഞതാണ് കുറച്ചുകൂടി നല്ലത്. വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേ. രണ്ടും സെയിം ആണ്. വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേയും യുവർ ഓർഡർ വിൽ ബി പ്രോസസ്ഡ് ടുഡേയും പറയുന്നത് രണ്ടും സെയിം ആണ്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഫീൽ ഒരു ആക്റ്റീവ് രീതിയിൽ നിങ്ങൾ പറയുമ്പോഴാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ട്രൈ ടു അവോയ്ഡ് ദ യൂസേജ് ഓഫ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. സംഭവം അർജൻറ്റും ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, പക്ഷേ ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് പ്രൊഫഷണൽ ഇഫ് യു റൈറ്റ് ദ വേർഡ്സ് അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ടു ഇൻ ക്യാപ്സ്. ക്ലിയർ? അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ക്യാപ്സ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് സീംസ് ലൈക്ക് യു ആർ ഷൗട്ടിങ് അറ്റ് ദാറ്റ് പേഴ്സൺ. ക്ലിയർ? ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഓൾസോ. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ട്രൈങ് ടു അവോയ്ഡ് യൂസേജ് ഓഫ് അർജൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർട്ടൻ സിറ്റുവേഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേഷൻഷിപ്പ് യു ഹാവ് വിത്ത് ദാറ്റ് പേഴ്സൺ. ക്ലിയർ? ചില സിറ്റുവേഷൻസിൽ ദാറ്റ് മൈറ്റ് ബി സീം അപ്രോപ്രിയേറ്റ്, ചില സമയത്ത് it might not. പക്ഷേ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. Now the next point is using proper structure and layout. When you talk about structure and layout, ബേസിക് ആയിട്ട് ഒരു ബോഡിയിൽ വരുമ്പോൾ, ഇമെയിലിൻ്റെ കണ്ടൻറ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബോഡി തന്നെ എടുക്കുകയാണെങ്കിൽ, മെയിൻ കണ്ടൻറ്റ് ബോഡി എടുക്കുകയാണെങ്കിൽ, യു ഹാവ് യുവർ ദ ഫസ്റ്റ് പാർട്ട്, ദി സ്മോൾ ഇൻട്രൊഡക്ഷൻ, അതൊരു ചെറിയ പാരഗ്രാഫ്, ദി മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഇത് മൂന്നായിട്ടാണ്, 3 ഏരിയാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. Now you can split the central portion into smaller paragraphs if it is necessary. ഓക്കെ, നെസസറി ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൈൻ വിട്ടിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് സാധാരണ. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ്, സബ് പോയിൻറ്റ്സ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് റൈറ്റിലേക്ക് നീക്കിയിട്ട് ഒരു സെപ്പറേറ്റ് ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ബുള്ളറ്റ് പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട് ഉണ്ട്. ട്രൈ ടു ഫോളോ ദാറ്റ് സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട് വിച്ച് ഇസ് പ്ലീസിങ് ഫോർ ദി ഐസ്. ഓക്കെ, കാണുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉള്ള രീതിയിലായിരിക്കണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇമെയിൽസ് ടൈപ്പ് ചെയ്യേണ്ടത്. The next point is keeping flaming under control. Now before I get into flaming, what is flaming? I'll tell you what you should do with regard to this point. സാധാരണഗതിയിൽ when you're upset, നിങ്ങൾക്ക് അപ്സെറ്റ് ചെയ്യുന്നൊരു ഇമെയിൽ വന്നു, always remember, take a breath, calm yourself down, look at the facts and then respond. ഒരു പെട്ടെന്നൊരു ഇതിൻ്റെ പുറത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ, റിമെമ്പർ, ഇമെയിൽ വൺസ് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ദർ ഇസ് നോ ടേക്ക് ബാക്സ്. ഓക്കെ, അതൊരു പ്രൂഫാണ് അപ്പുറത്തുള്ള ആളുടെ കയ്യിൽ ദാറ്റ് യു സെഡ് സംതിങ് ദാറ്റ് യു ഷുഡൻറ്റ് ഹാവ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫ്ലേമിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് പോസ്റ്റിംഗ് ഓർ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഷുഡ് നെവർ ബി, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഷുഡ് നെവർ ബി എ ഫ്ലേമിംഗ് റെസ്പോൺസ്. ക്ലിയർ? ഓക്കെ, പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുവർ നാച്ചുറൽ റിയാക്ഷൻ ഷുഡ് നോട്ട് ബി യുവർ ഫസ്റ്റ് റെസ്പോൺസ്. നെവർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻസ് ഉണ്ടാവാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം, യു ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ്, യു ക്യാൻ ലൂസ് കസ്റ്റമേഴ്സ്, എൻ നമ്പർ ഓഫ് തിങ്സ് ക്യാൻ ഹാപ്പൻ. ക്ലിയർ? അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക, ബട്ട് അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ്. ദെൻ ആഡ് ഡിസ്ക്ലെയിമേഴ്സ് ടു ദ ഇമെയിൽ. ആഡിങ് ഡിസ്ക്ലെയിമേഴ്സ് ടു ദ ഇമെയിൽ, സർട്ടൻ കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വെൻ യു ആർ സെൻഡിങ് ഒരു ഇമെയിൽ, ഇമെയിലിൻ്റെ അറ്റത്ത് നിങ്ങൾ കാണാം ഡിസ്ക്ലെയിമർ എന്നുപോലെ. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മൂവീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്ക്ലെയിമർ കാണില്ലേ, ദിസ് മൂവി ഹാസ് നോ റിലേഷൻ ടു എനിബഡി, എനി പേഴ്സൺ ലിവിങ് ഓർ ഡെഡ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് എനി സച്ച് കണക്ഷൻ ഇസ് പ്യുവർലി ഫിക്ഷണൽ അങ്ങനെ പറഞ്ഞിട്ടൊരു ഡിസ്ക്ലെയിമർ ഉണ്ടല്ലോ. അത് വേറൊന്നുമല്ല, ഈ പറഞ്ഞിട്ടുള്ള മൂവി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ ലയബിലിറ്റിയിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സർട്ടൻ ലയബിലിറ്റീസിൽ നിന്ന് ഇഷ്യൂ വരാണ്ടിരിക്കാനായിട്ടാണ് അവർ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക്ലെയിമർ ഇടുന്നത്. ദെൻ ചെക്ക് യുവർ ഇൻബോക്സ് ബിഫോർ യു ലീവ് ഓഫീസ്. അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓഫീസ് ടൈമിങ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്, ഫ്രം ദിസ് ടൈമിംഗ് ടു ദിസ് ടൈമിംഗ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഓൾവേസ് മേക്ക് ഷുവർ ജസ്റ്റ് ബിഫോർ യു ലീവ് ദാറ്റ് നോ ഇമെയിൽസ് ആർ പെൻഡിങ്. ഏതെങ്കിലും ഒരു പെൻഡിങ് ഇമെയിൽ ഉണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ യുവർ ടൈം ഇസ് 5:30 ബട്ട് ഒരു 4 o'clock വന്നൊരു ഇമെയിലിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല, ദാറ്റ്സ് എ ബാഡ് തിങ്.
അത് ടോട്ടലി അൺപ്രൊഫഷണലാണ്. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അത് വരുന്നത്. സോ പ്ലീസ് ഹാവ് എ ഹാബിറ്റ് ഓഫ് റെസ്പോണ്ടിങ് ടു ഓൾ യുവർ ഇമെയിൽസ് ബിഫോർ യു ലീവ് യുവർ ഓഫീസ്. ഓഫീസിന് ശേഷം വരുന്നതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ബിഫോർ യു ലീവ് ദി ഓഫീസ്, വാട്ട് എവർ ബി ദ ടൈം, make sure you have responded to all your emails. Okay, so these are the main etiquettes അല്ലെങ്കിൽ do's that you have to keep when it comes to email സെൻഡ് ചെയ്യുമ്പോൾ, കമ്പോസ് ചെയ്യുമ്പോൾ, റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് 14 things. Okay, so keep this in mind. So thank you.